ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒരു വൈദികൻ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് നിയമിതനാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് കത്തോലിക്ക സഭ. മറ്റാരുമല്ല, മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാട്. ഡിസംബർ 7 ശനിയാഴ്ച വൈകുന്നേരം സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് കൂവക്കാട് കർദിനാൾ പദവിയിൽ അഭിഷിക്തനാകും. 2021 മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശയാത്രകളുടെ ചുമതല വഹിക്കുന്ന ആളാണ് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്. ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത 3-4 വർഷത്തിനിടയിൽ ഇന്ത്യ സന്ദർശിക്കാൻ ഒരു സാധ്യതയില്ലെന്നും വത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയം സൂചന നൽകുന്നുണ്ട്. ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോപ്പിൻ്റെ വിദേശയാത്രകളുടെ ചുമതലയുള്ള നിയുക്ത കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം ജൂണിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ ക്ഷണിച്ച രീതി ശരിയായില്ല എന്നാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ വിലയിരുത്തൽ. സാധാരണഗതിയിൽ ഒരു വിദേശ രാജ്യം പോപ്പ് സന്ദർശിക്കുന്നതിന് മുമ്പ് 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യാത്രാ പരിപാടിക്ക് മുന്നൊരുക്കങ്ങളുണ്ടാകും. പോപ്പ് ഒരു രാജ്യം സന്ദർശിക്കുന്നതിന് മുന്നോടിയായി കൂവക്കാടിന് നേതൃത്വത്തിലുള്ള ടീം പ്രസ്തുത രാജ്യം 2 വട്ടം സന്ദർശിച്ച് നടപടിക്രമങ്ങളും സൗകര്യങ്ങളും വിലയിരുത്തും. അതാണ് പതിവ്. അതുകൊണ്ടാണ് ഉടനെയൊന്നും മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാനിടയില്ലെന്നും അതിനുള്ള ഒരു ഒരുക്കങ്ങളും നടക്കുന്നില്ലെന്നും കൂവക്കാട് ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞത്. ഈ വർഷം ജൂൺ 14 ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വത്തിക്കാൻ രാജ്യത്തലവൻ കൂടിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായി പ്രധാനമന്ത്രി തന്നെ ട്വിറ്ററിൽ കുറിച്ചിരുന്നു. പ്രധാനമന്ത്രി മാർപ്പാപ്പയെ ആലിംഗനം ചെയ്യുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പോപ്പിന് ഔദ്യോഗികമായി ക്ഷണം നൽകാത്തത് കൊണ്ടാകാം സന്ദർശനത്തിന് കാലതാമസം ഉണ്ടാകുന്നതെന്നാണ് കരുതുന്നത്. 2021 വത്തിക്കാനിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോപ്പ് ഫ്രാൻസിസിനെ സന്ദർശിക്കുകയും സ്വകാര്യ സംഭാഷണം നടത്തിയതായും വാർത്തകൾ വന്നിരുന്നു. ഏഷ്യയിലെ 2ാമത്തെ വലിയ കത്തോലിക്ക ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലേക്ക് വരാൻ ഫ്രാൻസിസ് പാപ്പ പലപ്പോഴായി താൽപ്പര്യവും അറിയിച്ചിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ 2014 മുതൽ അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി CBCI പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന ആവശ്യവുമായി പ്രധാനമന്ത്രിയെ കാണാറുണ്ട്. പക്ഷേ പോപ്പിന് ഔദ്യോഗികമായി ക്ഷണം ലഭിക്കാത്തത് കൊണ്ടാണ് സന്ദർശനം വൈകുന്നത്. ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷൻ കൂടിയായ പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതിൽ RSSന് താൽപ്പര്യമില്ല എന്നാണ് ഇപ്പോഴും അറിയുന്നത്. ഏറ്റവും ഒടുവിൽ 1999 പോപ്പ് ജോൺ പോൾ II ഇന്ത്യ സന്ദർശിച്ചത്.